ത്രിയേകദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമായി നിങ്ങളെവരെയും വീണ്ടും വരുമെന്നറിയിച്ചത് ഉദ്യതനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 1 ഫെബ്രുവരി 2026 ഞായറാഴ്ച. ഈ വർഷത്തെ 32ാമത്തെ ദിവസവും ഈ മാസത്തെ ആദ്യ ദിവസവും ആണ്. ഇന്നത്തെ ഞായറാഴ്ചയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പട്ടക്കാരുടെ പൊതുവായ ഞായർ, കൊഹനെ ഞായർ എന്ന് പറയും. ആരാധന വർഷത്തിന്റെ 14ാമത്തെ ഞായറാഴ്ചയാണ് ഇന്ന് വിശുദ്ധ ഏവൻഗേലിയോൻ മേശയിൽ നാം വായിച്ചു കേൾക്കാൻ പോകുന്നതായ വേദഭാഗം എന്ന് പറയുന്നത് വിശുദ്ധ മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 24-ാം അധ്യായം 42 മുതൽ 51 വരെയുള്ള വേദഭാഗം ആണ്. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസം വരുമെന്ന് നിങ്ങൾ അറിയായിക്കൊണ്ട് ഉണർന്നിരിപ്പീൻ എന്ന് തുടങ്ങുന്ന ഈ വേദഭാഗം നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ക്രിസ്ത്യാനികളായ നാം ഓരോരുത്തരും എപ്പോഴും ഒരുക്കമുള്ളവർ ആയിരിക്കണം എന്നാണ്. അതായത് ക്രിസ്ത്യാനികളായ നാം ഓരോരുത്തരും എപ്പോഴും ഒരുക്കമുള്ളവർ ആയിരിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവർ വിശ്വസ്തരായിരിക്കണം എന്നുള്ളതാണ്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവർ വിശ്വസ്തർ ആയിരിക്കണം എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ക്രിസ്ത്യാനി ആയതിനു ശേഷം അത് മറന്നു പോകുന്നവർക്ക് ഉണ്ടാകുന്ന നരക അവസ്ഥ എന്ത് ആയിരിക്കും എന്ന് ഉള്ളതാണ്. അതായത് ക്രിസ്ത്യാനി ആയതിനു ശേഷം അത് മറന്നു പോകുന്നവർക്ക് ഉണ്ടാകുന്ന നരക അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ്. ഈ 3 കാര്യങ്ങൾ മറക്കാതെ നമ്മൾ ഓർക്കുന്നുവെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടാകുകയുള്ളൂ. വാങ്ങിപ്പോയ വൈദികരെ കുറിച്ച് ഓർത്തഡോക്സ് ബൈബിളിൽ നാം നോക്കുമ്പോൾ മഹാജ്ഞാനം 4-ാം അധ്യായം 7 മുതൽ 16 വരെയുള്ള വേദഭാഗത്തിൽ ഇങ്ങനെ വായിച്ചു തുടങ്ങുന്നു. നീതിമാനായ മനുഷ്യൻ അകാല ചർമ്മം അറിഞ്ഞാലും ആശ്വാസം പ്രാപിക്കും. മുമ്പോട്ട് വായിക്കുമ്പോൾ അറിവാണ് ഒരുവന്റെ നരച്ച മുടി, കളങ്കമറ്റ ജീവിതമാണ് വാർദ്ധക്യത്തിന്റെ പക്വത. ദൈവത്തെ പ്രസാദിപ്പിക്കുകയും ദൈവത്താൽ സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്ന ഒരുവനുണ്ടായിരുന്നു. ഹാനോക്കിനെ കുറിച്ചാണ് പറയുന്നത്. ജീവനോടെ എടുക്കപ്പെട്ടവൻ എന്ന് നമുക്കേവർക്കും അറിയാം. ഒരു പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം അവൻ അഭിഷിക്തനാകുന്നത് മറ്റുള്ളവരെ ആത്മീയമായി നയിക്കുന്നതിനാണ് എന്നുള്ളത് നാം മറക്കരുത്. അവൻ നീതിമാൻ ആയിരിക്കണം, അവർ നീതിയുള്ളവർ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവരെ നാം എപ്പോഴും പ്രാർത്ഥനയിൽ ഓർക്കണം. അവർ നമുക്ക് വേണ്ടി മധ്യസ്ഥ യാചിച്ചു കൊണ്ടിരിക്കും എന്നുള്ള വിവരം നാം മറക്കരുത്. അവർ നമുക്ക് വേണ്ടി എപ്പോഴും മധ്യസ്ഥത യാചിക്കുന്നവരാണ്. അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ അവരുടെ ദൗത്യങ്ങൾ എന്തായിരുന്നു എന്നും അവർ നമ്മെ എങ്ങനെ നയിച്ചു എന്നും ആലോചിക്കേണ്ടതുണ്ട്. അവർ നമ്മെ ആത്മീയമായി നയിച്ചു. അവർ നമ്മെ പഠിപ്പിച്ചത് ഒന്ന്, നാം എപ്പോഴും നമ്മുടെ കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ തയ്യാർ ഉള്ളവർ ആയിരിക്കണം എന്നതാണ്. അതായത് നാം എപ്പോഴും ഒരുക്കമുള്ളവർ ആയിരിക്കണം എന്നതാണ്. നാം അതിനായി എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മെ അവർ പഠിപ്പിച്ചു. എങ്ങനെ വിശ്വസ്തർ ആയിരിക്കണം എന്ന് നോക്കാം. സഭയുടെ ചട്ടക്കൂട്ടിൽ കൽപ്പന പ്രകാരം ജീവിക്കുന്നവർ ആയിരിക്കണം. അതായത് സഭയുടെ ചട്ടക്കൂട്ടിൽ കൽപ്പന പ്രകാരം ജീവിക്കുന്നവരായിരിക്കണം. പ്രാർത്ഥനകൾ പൂർത്തീകരിക്കുന്നവരായിരിക്കണം. നോമ്പ് ആചരിക്കുന്നവർ ആയിരിക്കണം. ഉപവസിക്കുന്നവർ ആയിരിക്കണം. സൽപ്രവൃത്തികൾ ചെയ്യുന്നവർ ആയിരിക്കണം. ഇങ്ങനെയുള്ള 5 കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നാം കുറിച്ചിടേണ്ടതുണ്ട്. ക്രിസ്ത്യാനി ആയതിനു ശേഷം അത് മറന്നു പോകുന്നവർ ആയാൽ ഉണ്ടാകാവുന്ന ആ നരക അവസ്ഥയെക്കുറിച്ച് പുരോഹിതൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 33-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു. യഹോവ മോശയോട്, എന്നോട് പാപം ചെയ്തവന്റെ പേര് ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളയും. അതായത് യഹോവ മോശയോട് പറയുന്നത്, എന്നോട് പാപം ചെയ്തവന്റെ പേര് ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളയും എന്നാണ്. ദൈവത്തെ മറന്ന് അവനോട് പാപം ചെയ്യുന്നവന്റെ പേര് അവൻ പുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളയും എന്ന് മോശയോട് പറയുന്ന ഭാഗമാണ് നമുക്ക് മനസ്സിലാകുന്നത്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്ന മറ്റൊരു ഭാഗമുണ്ട്. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടുമെന്നാണ് ഈ വചനം
നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഈ രണ്ട് ഭാഗങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് എന്താണ്? നാം ഓരോരുത്തരും നമ്മെ തന്നെ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ നമ്മൾ ആ ജീവന്റെ പുസ്തകത്തിൽ പേര് ഉള്ളവർ ആയിരിക്കുമോ എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നാം ജീവന്റെ പുസ്തകത്തിൽ പേരില്ലാത്തവരെ ഒക്കെയും തീപ്പൊയ്കയിൽ തള്ളിവിടുമെന്ന് പറഞ്ഞിരിക്കുന്ന ആ ഭാഗം നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ആയതിനാൽ നാം നമ്മുടെ ആചാര്യ ശ്രേഷ്ഠന്മാരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതോടൊപ്പം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. നമ്മുടെ ആചാര്യ ശ്രേഷ്ഠന്മാർ നമ്മെ പഠിപ്പിച്ചതുപോലെ നാം എല്ലായ്പ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം. 2, നാം നല്ല വിശ്വാസമുള്ളവരായിരിക്കണം. 3, ജീവിതന്റെ പുസ്തകത്തിൽ നിന്നും പേര് മാറ്റപ്പെടാതിരിക്കണമെങ്കിൽ നാം നിരന്തരം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ദൈവം നമ്മെ ഒരു നല്ല ക്രിസ്തീയ ജീവിതത്തിനായി അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട് നാം എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഒന്നാമതായി നാം ഇന്ന് കണ്ടതായ കാര്യങ്ങളെന്ന് പറയുന്നത്, 1, സഭയുടെ ചട്ടക്കൂട്ടിൽ കൽപ്പന പ്രകാരം ജീവിക്കുന്നവർ ആയിരിക്കണം. 2, പ്രാർത്ഥനകൾ പൂർത്തീകരിക്കുന്നവരായിരിക്കണം. 3, നോമ്പ് ആചരിക്കുന്നവരായിരിക്കണം. 4, ഉപവസിക്കുന്നവരായിരിക്കണം. 5, സൽപ്രവൃത്തികൾ ചെയ്യുന്നവരായിരിക്കണം എന്നുള്ളതാണ്. അതുകൂടാതെ ആദ്യമായി പറഞ്ഞ 3 കാര്യങ്ങൾ എന്ന് പറയുന്നത് വേദഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ക്രിസ്ത്യാനികളായ നാം ഓരോരുത്തരും എപ്പോഴും ഒരുക്കമുള്ളവർ ആയിരിക്കണം എന്നുള്ളതാണ്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവർ വിശ്വസ്തരായിരിക്കണം എന്നുള്ളതാണ്. ക്രിസ്ത്യാനി ആയതിനു ശേഷം അത് മറന്നു പോകുന്നവർക്കുണ്ടാകുന്ന നരക അവസ്ഥ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നാം കണ്ടത്. അതിനായി ഈ പുരോഹിതന്മാരെ ഓർക്കുന്ന, അവരെ എല്ലാവരെയും ഓർക്കുന്ന ഈ ഞായറാഴ്ച നമ്മൾ അവർക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അവരുടെ മധ്യസ്ഥതയാൽ നാം ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടുമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.